السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ആദരണീയരായ ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ വിഷയവും അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സുകളെ പറ്റിയാണ്. പല ഗവേഷകരും പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു. ഇന്ന് പറയുന്നത് ഡോക്ടർ ഹുസൈൻ അൽ റാഷിദി പറഞ്ഞ കാര്യം മാത്രമാണ്. അദ്ദേഹം 25 വർഷത്തോളം വൻലി ഈ വിഷയത്തെ അന്യ സ്ത്രീ പുരുഷന്മാർ കണ്ടാൽ ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സുകളെ, രോഗങ്ങളെപ്പറ്റി 25 വർഷത്തോളം അന്നദുറു സഹമും മസ്മൂമും മിൻ സിഹാമി ഇബ്ലീസ്, നോട്ടം ഇബ്ലീസിന്റെ വിഷം ഊട്ടപ്പെട്ട അമ്പ് എന്നുള്ള ഈ ഹദീസിനെ അടിസ്ഥാനമാക്കി ഗവേഷണം ചെയ്തു 25 വർഷം. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഗവേഷണത്തിൽ കിട്ടിയ കാര്യങ്ങൾ അദ്ദേഹം ആ പേപ്പറിന്റെ പേരിന് ദ പോയിസൺഡ് എറോ എന്നാണ്, വിഷം ഊട്ടപ്പെട്ട അമ്പ് എന്നാണ്. ആ റീസർച്ച് പേപ്പർ 4.5 പേജോളം ഉണ്ട്. അതിൽ ഞാനിപ്പോ വളരെ ചുരുക്കിട്ട് ഒരു പേജും അല്ല, ഒരു 4-5 വരിയുടെ അത്രയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. കാരണം സമയമില്ലാത്തത് കൊണ്ട് ഈ കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ റിസർച്ചിന്റെ അവസാനം അദ്ദേഹം പറഞ്ഞു, ഇത് ഞാൻ ഇത്ര വർഷം ഗവേഷണം ചെയ്ത് എനിക്ക് കിട്ടിയതാണ്. വലിയ വിദഗ്ധനാണ് അദ്ദേഹം, വലിയ ഡോക്ടറാണ്. ഇതിന് ഞാൻ സയന്റിഫിക് പ്രൂവിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. എല്ലാം പ്രൂവ് ആയിട്ടില്ല, പലതും പ്രൂവ് ആയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പറയുമ്പോഴേക്ക് എല്ലാ വശവും നന്നായിട്ട് പറയണമല്ലോ. അതിന്റെ സൈഡ് എഫക്റ്റുകൾ അദ്ദേഹത്തിന് കിട്ടിയത്, അദ്ദേഹം പറഞ്ഞത് സ്കിന്നിന്, ചർമ്മത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ അന്യസ്ത്രീ പുരുഷന്മാരെ കാണുമ്പോഴേക്ക് നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോണുകൾ നന്നായിട്ട് സർക്കുലേറ്റ് ആകുന്നു. അങ്ങനെ ഓവറായിട്ട് സർക്കുലേറ്റ് ആകാൻ പാടില്ല. അപ്പോ സ്കിന്നിന്, നമ്മുടെ ചർമ്മത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കക്ഷത്തിലും ഉള്ളം കൈയിലും ബാഡ് സ്മെല്ലുകൾ ഉണ്ടാകുന്നു. അതായത് ദുർഗന്ധങ്ങള് ഈ 2 സ്ഥലത്തിലും ഉണ്ടാകുന്നു. എന്ന് മാത്രമല്ല, മുഖക്കുരും ഉണ്ടാകാം. അതുകൊണ്ട് മുഖക്കുരു ഉള്ളവർക്കൊക്കെ അങ്ങനെ അവർ കാണുന്നു എന്നർത്ഥമല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഓരോ കാര്യവും പറയുമ്പോഴേക്ക് അത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങനെയാണ് എന്ന് അർത്ഥം വെക്കാൻ പാടില്ല. പല കാരണത്തിലും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകാം. എങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് അദ്ദേഹം പറയുന്നു. പെരി അനാൽ അബ്സസ്, അതായത് നാം ഇരിക്കുന്ന സ്ഥലത്ത് ആ മോഷൻ പോകുന്ന ഹോൾസിന്റെ പെരി അനാൽ എന്ന് പറയാൻ അതിന്റെ ചുറ്റുഭാഗത്ത് കുരുക്കൾ ഉണ്ടാകും. മൈഗ്രെയിൻ, തലവേദനയുണ്ടാകും. അങ്ങനെ ചെയ്യുന്നവരുടെ ഉള്ളം കൈയും പാദം കാലില് ഒരു എരിച്ചല് ചിലപ്പോൾ തോന്നിയേക്കാം, എരിച്ചലുണ്ടാകും. എന്ന് മാത്രമല്ല, അവരുടെ നാവിൽ എന്തോ ഒരു ഹെവിയായ ഭാരമുള്ള ഒരു സാധനം വെച്ചതുപോലെ തോന്നും. കാരണം നാവിന് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാനും തിരിക്കാനും കഴിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥകളൊക്കെ ചിലപ്പോൾ തോന്നും. ഇതിന്റെ സൈഡ് എഫക്റ്റ് ആണ് എന്നാണ് ഈ വിദഗ്ധൻ പറയുന്നത്. എന്ന് മാത്രമല്ല, അവന്റെ കാലുമുട്ടിനും ഊരക്കൊക്കെ എഫക്റ്റ് ആകും. വേദനകളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ രക്തചംക്രമണമുണ്ട്. ആ സിസ്റ്റം അതിന്റെ രൂപത്തിൽ തന്നെ അത് നന്നായി നടന്നുകൊണ്ടിരിക്കണം. അതിന് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അതിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഹൃദയത്തിന്റെ രക്തചംക്രമണത്തിന് പ്രശ്നങ്ങൾ ഉണ്ടായാൽ പിന്നെ പ്രശ്നം തന്നെയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഹാർട്ടിന്റെ റേറ്റ് കൂടും. പലപ്പോഴും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഓരോ ദിവസവും ഹാർട്ട് 1,10,000 തവണ അടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. അതിന്റെ റേറ്റ് ഒരു മിനിറ്റില് ഒരു 72 മുതൽ 80 ഇടയ്ക്ക്. അത് കുറയാനും കൂടാനും പാടില്ല. അതിന്റെ ഹാർട്ട് അടിക്കുന്ന അതിന്റെ മിടിപ്പിന്റെ റേറ്റ് സ്ലോ ആവും, കുറയും. എന്ന് മാത്രമല്ല, ഈ ഹാർട്ടിലേക്ക് രക്തം
പ്രവഹിക്കുന്ന ചലിക്കുന്ന വെയിനുകളുണ്ട്, ധമനികൾ. അത് അവിടെ ക്ലോട്ട് വരും, രക്തക്കട്ട കെട്ടിട്ട് പിന്നെ രക്തം ചലിക്കാത്ത അവസ്ഥ വന്നാൽ വലിയ ഒരു പ്രശ്നത്തിലേക്ക് അത് നീങ്ങും. അതിറോക്ലോറോസിസ് എന്ന് പറയുന്ന ഈ രക്തം ഹാർട്ടിലേക്ക് ചലിക്കുന്ന പ്രവഹിക്കുന്ന ആ ഞരമ്പുകൾ കട്ടിയായിട്ട് പിന്നെ ഓഫായി പോകും. അങ്ങനത്തെ അവസ്ഥ ഉണ്ടാകുന്നു. അങ്ങനെയുള്ള അവസ്ഥയും ഇതുമൂലം ഉണ്ടാകും. വലിയ നമ്മുടെ എല്ലുകൾക്ക് ഫ്രാക്ചർ വരും, ബ്ലഡ് പ്രഷർ ഉണ്ടാകും, BP-യുടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇത്തരം കാര്യം ചെയ്തവർ എന്ന് കണക്കൂട്ടാൻ പാടില്ല. പല പ്രശ്നങ്ങളിൽ ഉണ്ടാകുന്ന ഇതിലും ഉണ്ടാകാം എന്നാണ് അതിന്റെ അർത്ഥം. മലബന്ധങ്ങൾ ഉണ്ടാകും. പിന്നെ മൂലക്കുരു പോലെയുള്ള ആ മൂലത്തിലുണ്ടാകുന്ന ഫിഷർ, ഹെമറോയിഡ്സ്, മൂലക്കുരു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. എന്ന് മാത്രമല്ല, യൂറിനറി ട്രാക്ട് ഉണ്ട്. നമ്മുടെ ഈ മൂത്രം പുറത്തു പോകുന്നതിന്റെ ഒരുപാട് ട്രാക്ട്സുകളുണ്ട്. അതായത് കിഡ്നിയും യുറേറ്ററും ബ്ലാഡറും യുരത്രയും ഇങ്ങനെ ഒരുപാട് ട്രാക്ട് ഉണ്ട്. അതിലൊക്കെ രോഗങ്ങൾ ഉണ്ടാകും. പിന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സോഫ്റ്റായ ടിഷ്യൂകളുണ്ട്. അത് നമുക്ക് ഇവിടെ ജീവിച്ചു പോകാൻ അത്യാവശ്യമാണ്. അതിനൊക്കെ എഫക്റ്റുകൾ വരും. എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ 4.5 പേജ് അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിന്റെ ഗവേഷണത്തിന്റെ റിസൾട്ടിൽ നിന്ന് ഞാൻ ഏകദേശം ഒരു 5.5 ലൈനാണ് നിങ്ങളുടെ മുമ്പില് ഇപ്പോ വായിച്ചത്, ഇത് പറഞ്ഞത്. അപ്പോഴേക്ക് ചുരുക്കത്തിൽ വേറെയും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. പരിശുദ്ധ ഖുർആനിൽ ഒരു കാര്യം പറയുന്നുണ്ട്, അത് അരുത് എന്ന്. സൂറത്തു നൂറില് 30-ാമത്തെ ആയത്തില് അള്ളാഹു പറഞ്ഞു, സ്ത്രീ പുരുഷന്മാർ പരസ്പരം അങ്ങനെ കണ്ടാൽ അവരുടെ കണ്ണ് താഴ്ത്തണം എന്ന് അള്ളാഹു പറഞ്ഞു. അതവർ ശുദ്ധീകരിക്കുന്നതാണ് എന്ന് അള്ളാഹു തആല പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അങ്ങനെ താഴ്ത്തിയാൽ അവന്റെ ശരീരത്തെ അത് നന്നായി ശുദ്ധീകരിക്കുന്നു, ഇവിടെ രോഗങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് മാത്രമല്ല, അവന്റെ ശരീരത്തെയും മനസ്സിനെയും അത് ശുദ്ധീകരിക്കുന്നു. ഹദീസിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞ. നോട്ടം വിഷം മൂട്ടപ്പെട്ട അമ്പ്. സാധാരണ അമ്പ് പതിച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ട് തന്നെ, എങ്കിലും വിഷം മൂട്ടപ്പെട്ട അമ്പാണെങ്കിൽ അതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ ചുരുക്കത്തില് അങ്ങനെയുള്ള നോട്ടത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് ഇന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചു. അപ്പോഴേക്ക് എന്താ നമുക്കിതിൽ മനസ്സിലാകുന്നത്? എന്തുകൊണ്ടും പരിശുദ്ധ ഖുർആനും തിരുഹദീസുകളും അനുസരിച്ച് നാം ജീവിക്കണം. എന്നാൽ നമുക്ക് ഇവിടെയും പാരിത്രിക ലോകത്തിലും പ്രശ്നങ്ങളില്ലാതെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. അങ്ങനെയുള്ള പരിശുദ്ധ ഖുർആനിലും ഹദീസിലും പറഞ്ഞതുപോലെ നാം അനുസരിക്കാത്തത് കൊണ്ടാണ് നമുക്ക് പ്രശ്നങ്ങൾ അധികവും ഉണ്ടാകുന്നത്. പരിശുദ്ധ ഖുർആനും തിരുഹദീസുകളും പറയുന്നത്, ഇസ്ലാമും പറയുന്നത്, നിങ്ങൾ എവിടെയും ശാന്തരായി ജീവിക്കണം, ഇവിടെയും അവിടെയും എന്നാണ്. അതുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഈ ലോകത്തിൽ എന്നെന്നും സമാധാനം, എല്ലാ ജനങ്ങൾക്കും സമാധാനമുണ്ടാകട്ടെ. ആമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.